യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആരിപ്പ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ അളവുകൂടാത്ത സ്നേഹത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ആരിലും ആരാധ്യനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. രാജാതി രാജാവായിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാം. അത് ഈ പൽക്കാലവും സ്തോത്ര കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തുക, നമ്മുടെ കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നമ്മെ ഏകനായി വിടാത്ത കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ കരം പിടിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയത്തിരും. നാം തളർന്നു പോകുക, നാം ക്ഷീണിച്ചു പോകുക സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ആ ഒരു ഉറപ്പും ധൈര്യത്തോടും നാം പോകുന്നിടത്തൊക്കെയും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യത്തോടു കൂടി നാം മുന്നോട്ട് യാത്ര ചെയ്യുക. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എന്തു പ്രതിസന്ധി വന്നാലും ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. പലപ്പോഴും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്. പലരും പറയുന്ന, ഒത്തിരി പേര് വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല. എന്നെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു അല്പ സ്നേഹം എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഇതിനകത്തുനിന്ന് എനിക്ക് ജയിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നൊക്കെ പലരും നമ്മോട് വിളിച്ച് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഇങ്ങനെ ഈ പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രിയ ദൈവ പൈതലെ സ്തോത്രം, അവർക്ക് തരാൻ പറ്റാത്ത സ്നേഹം തരുന്ന ഒരേ ഒരു ആളെന്ന് പറയുന്നത് എൻ്റെ യേശു കർത്താവ് മാത്രമാണ്. ആ കർത്താവ് നിന്നെ നിത്യ സ്നേഹം കൊണ്ടാണ് നിന്നെ സ്നേഹിച്ചിരിക്കുന്നത്. ഈ പൽക്കാലം ആരെങ്കിലും ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്നേഹത്തിന്റെ കുറവ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആരും നിങ്ങളെ ഈ ലോകത്ത് സ്നേഹിപ്പാനില്ല എങ്കിലും, ആരും നിങ്ങളെ സ്തോത്രഹോലിൽ ഒരു ഉറ്റ സ്നേഹം തന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടില്ല എങ്കിൽ, നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ച കർത്താവ്, ഹല്ലേലൂയ, ആ സ്നേഹത്തിനൊരു അന്തമില്ല, ആ സ്നേഹത്തിനൊരു കുറവ് വരികയില്ല, ആ സ്നേഹത്തിനൊരു അളവ് നമുക്ക് പറയുവാൻ കഴിയാത്തവണ് നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. നിത്യ സ്നേഹം കൊണ്ട് യേശു കർത്താവ് നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 31 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാ, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നിത്യസ്നേഹം കൊണ്ട്, അതായത് സ്തോത്രം, ആ സ്നേഹത്തിന് സ്തോത്രം ഒരു ടൈമില്ല, ഒരു പരിധിയില്ല. സ്തോത്രം. നിത്യമായിരിക്കുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ. സ്തോത്രം. അതേ സ്തോത്രം, അത് പകരുവാൻ കഴിയുന്നത് എൻ്റെ കർത്താവിന് മാത്രമാണ്. സ്തോത്രം. ആ സ്നേഹം കൊണ്ട് അത്ര നിന്നെ പൊതിഞ്ഞിരിക്കുന്ന, അവിടെ കാണും സ്നേഹിച്ചിരിക്കുന്ന അതേ സ്തോത്രം, വേറെ എന്തെങ്കിലും കൊണ്ടല്ല നിന്നെ സ്നേഹിച്ചിരിക്കുന്ന ആ നിത്യമായിരിക്കുന്ന ആ സ്നേഹത്തെ കർത്താവ് നിന്റെ പേരിൽ പകർന്നു തന്ന നിന്നെ സ്നേഹിച്ചിരിക്കുന്നത്. തിരുവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, പലപ്പോഴും മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നാം സ്നേഹിക്കുന്നവരൊക്കെ അത് ഒരു ടൈം, ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മെ സ്നേഹിക്കണമെന്നില്ല. പക്ഷേ ഒരു ടൈം വയ്ക്കാതെ, നിന്റെ സാഹചര്യം നോക്കാതെ, നിന്റെ ഏത് അവസ്ഥയിലും നിന്നെ കൈവിടാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ മക്കൾ, ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, ഒരു സ്നേഹത്തിന് വേണ്ടി, ഒരുറ്റ സ്നേഹത്തിന് വേണ്ടി പലതിൻ്റെ പിന്നാലെ പലരും ഓടിപ്പോകുവാനായിട്ട് ഇടയത്തിരുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന സ്നേഹമൊക്കെ ഒരു ടൈം മാത്രം, ഒരു ലിമിറ്റായിട്ടുള്ളത് മാത്രമായിരിക്കും. പക്ഷേ അതേ സ്തോത്രം, ലിമിറ്റ് കൂടാതെ നിന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കാൽവരി ക്രൂശിൽ മാത്രമാണ്. സ്തോത്രം. പിതാവായ
ദൈവം അവിടെ യോഹന്നാൻ 3:16 അധ്യായത്തിൽ കാണും. തന്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് തന്റെ ഓമനപുത്രനെ നമുക്ക് വേണ്ടി തന്നതു എന്ന് അത്ര സ്തോത്രം. ആ ഓമനപുത്രന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാൽവരി നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ചിന്തി നമ്മയ്ക്ക് വേണ്ടി മറുവില കൊടുത്ത് നമ്മെ സ്നേഹിച്ച് സ്തോത്രം. നീ സ്നേഹമില്ലാതെ അലയുമ്പോൾ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി നിന്നെ കൊതിക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ മാറോട് ചേർത്തണയ്ക്കേണ്ടത് നീ ഒത്തിരി സ്നേഹിച്ചവർ കാണുമായിരിക്കാം. അതേ സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ നെഞ്ചു പിളർക്കുന്ന വേദനകൾ അവരിൽ നിന്ന് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ പ്രിയ ദൈവ പൈതലേ സ്തോത്രം ഹല്ലേലൂയ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ചേർത്തണയ്ക്കുവാൻ ഹല്ലേലൂയ ആ ക്രൂശിൽ നോക്കിക്കഴിഞ്ഞാൽ 2 കൈകൾ നിനക്ക് വേണ്ടി വിരിച്ചു കൊടുത്തതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സ്നേഹിക്കുന്നു. എന്തിനാ നീ ഹല്ലേലൂയ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു നടക്കുമ്പോ ആ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കൈകളാൽ അതേ വിരിച്ചു കൊടുത്തത് നിന്നെ ഒന്ന് ചേർത്തണയ്ക്കാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കൈവിടുകയല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് നിന്നെ ചേർത്തണയ്ക്കുവാനാണ് ഈ പൽക്കാലം. പ്രിയ ദൈവത്തിലെ ഒരു ഉറ്റ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നവരാണോ? ഈ സ്തോത്രം മറ്റൊരിടത്തും പോണ്ട, ആ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ മതി, കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ മതി. എന്റെ അപ്പ അങ്ങോട്ട് സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്തോത്ര ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ സ്തോത്ര. അതേ അപ്പന് മക്കളോട് കരുണ തോന്നുന്നതിൽ അധികമായിട്ട് സ്തോത്ര ഹല്ലേലൂയ നിന്നോട് കരുണ കാണിക്കുന്ന ഒരു സർവശക്തനായ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ സ്നേഹത്തിനൊരു പരിമിതിയില്ല, ആ കർത്താവിന്റെ സ്നേഹത്തിനൊരു അളവില്ല. സ്തോത്ര ഹല്ലേലൂയ. നാം എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ, നാം എത്രത്തോളം അതിനെ ദാഹിക്കുന്നുവോ അത് നമ്മുടെ മേൽ പകർന്നു തരുവാൻ ഹല്ലേലൂയ ആ കർത്താവ് ഒരുക്കമായിട്ടിരിക്കുന്നുണ്ട്. പ്രിയ മക്കളെ സ്തോത്രം. പലപ്പോഴും നാം ചിന്തിക്കാറില്ലേ, അതേ ഒരല്പ സ്നേഹം എനിക്ക് കിട്ടിയിരുന്നു വെക്കിയിരുന്നു സ്തോത്രം. തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് പലരെയും പോയി ആശ്വസിപ്പിച്ചു, പലരെയും തൊടുവാനായിട്ട് ഇടയെത്തുന്നു. അതേ സ്തോത്രം. കുഷ്ഠരോഗികളെ ആർക്കും തൊടാനായിട്ട് വ്യവസ്ഥയില്ലാതിരിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് അവനെ മനസ്സറിഞ്ഞ് അവനോട് മനസ്സറിഞ്ഞ് അവനെ തൊട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് യേശു കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അധ്വാനിക്കുന്നതിൽ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ സ്തോത്രം ഹല്ലേലൂയ ആ ഒരു ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. റോമർക്കെതിരെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവനും മുഖാതിരിതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമുക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. പ്രിയതേ മക്കളെ സ്തോത്രം. അത്രേ നമ്മൾ ഒന്ന് അപ്പന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ പ്രിയതേ മക്കളെ സ്തോത്രം നമുക്കത് അറിഞ്ഞവർക്ക്. അതുകൊണ്ടാണ് ദാവീദ് പറയുവാനായിട്ട് ഇടയത്തത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ. അപ്പൊ ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയെത്തീരുമ്പോൾ നാം മറ്റൊന്നിന്റെ പിറകെ സ്നേഹത്തിനായിട്ട് കടന്നു പോകുകയല്ല, ലോകത്തെ സ്നേഹിക്കാനായിട്ട് കടന്നു പോകുകയല്ല. അതേ സ്തോത്രം. മറ്റേ സന്തോഷത്തിന് വേണ്ടി നാം കടന്നു പോകില്ല. കാരണം ആ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന് തരാനായിട്ട് കഴിയുന്നത് അല്ല. സ്തോത്ര ഹല്ലേലൂയ. പലപ്പോഴും പല വിഷയം കൂടെ നടുവിലും ഒരു സ്നേഹമില്ലാത്ത, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് പലരും ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത്. ഒരു സമാധാനത്തിന് വേണ്ടി പലരും ലഹരിയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ അവിടെയൊക്കെയും പ്രിയ ദൈവ പൈതലേ സ്തോത്രം, അതേ സ്തോത്ര ഹല്ലേലൂയ കയ്പ് പാടി കൊടുത്തിട്ട് പോല അതേ സ്വയമായിട്ട് കുടിക്കാതെ വേണം സ്തോത്രം. അതേ സ്വയമായിട്ട് വേദന ഏറ്റെടുത്ത ഒരു കർത്താവുണ്ട് നിനക്ക് വേണ്ടി, നിന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി. അതേ സ്തോത്ര ഹല്ലേലൂയ. അല്പസമയം ടെൻഷൻ മാറട്ടെ എന്ന് പറയണ്ട, പലരും ലഹരിയിലേക്കൊക്കെ ചെന്ന് വീഴുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പക്ഷേ ആ ലഹരിയുടെ ഒരു ടൈം കഴിയുമ്പോൾ വീണ്ടും അതിനേക്കാൾ ഭാരം കടന്നൊരു. പക്ഷേ പ്രിയ ദൈവ മക്കളെ, നിനക്ക് വേണ്ടി ആ പച്ച ശരീരത്തെ ആ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത് അതേ നീ ഒരു സ്നേഹം കൊതിക്കുമ്പോ, നിന്നെ കൂടെ നിൽക്കുന്നവർ നിന്നെ ചതിച്ചു കളയുമ്പോ, നിനക്ക് സ്നേഹം തരാതിരിക്കുമ്പോ, നിന്നെ മാറ്റി നിർത്തുമ്പോഴും നിന്നെ ചേർത്തണയ്ക്കുന്നതിന് വേണ്ടി നിന്റെ മേൽ സ്നേഹം തരേണ്ട
ചെയ്യേണ്ടതിന് വേണ്ടി നിന്റെ സ്തോത്ര ഹല്ലേലൂയ നിന്റെ ഉറ്റവർ നിന്നെ ഉപേക്ഷിച്ച് കളയുമ്പോൾ, നിന്റെ സ്നേഹിതർ നിന്നെ ഉപേക്ഷിച്ച് കളയുമ്പോൾ, നിന്റെ സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തുമ്പോൾ, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ സ്തോത്രം, നമുക്കറിയാം സ്തോത്രം നമ്മുടെ കരത്തിലെല്ലാം ഉള്ളപ്പോ അത് ഈ ലോകം നമ്മെ സ്നേഹിക്കുവാനായിട്ട് ഇടയത്തിരും. നാം ഒരു പ്രതിസന്ധിക്കകത്താണ്, ഒരു പ്രതികൂലത്തിന്റെ നടുവിലാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് നമ്മൾ ഡൗൺ ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ അകലം വിട്ടു മാറിപ്പോകാനായിട്ട് ഇടയത്തിരും. പക്ഷേ അവിടെ നിന്റെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് എന്റെ യേശു കർത്താവ് അത്രേ. സ്തോത്ര. കാരണം എന്താ? എന്റെ യേശു കർത്താവ് നിനക്ക് വേണ്ടി വില കൊടുത്തു. എന്റെ യേശു കർത്താവ് കാൽവരെ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ കൊടുക്കുവാനായിട്ട് ഇടയത്തുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ സ്തോത്രം, ആ സ്നേഹത്തിന് തുല്യമായിട്ട് നമുക്ക് മറ്റൊരു സ്നേഹം ഇല്ല. സ്തോത്ര. ആ കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് അളക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അനന്തമായി കിടക്കുന്ന കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. നാം ഒന്ന് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ കർത്താവ് നല്ലവനെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ഒരു ദൈവ പൈതന്നെ അതേ സ്തോത്രം ഈ ലോകത്തിലുള്ള യാതൊന്നിനെ സ്നേഹിക്കുവാൻ കഴിയില്ല. ഈ ലോകമൊക്കെ ചവർന്ന് എണ്ണുവാനായിട്ട് കഴിയും. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഹല്ലേലൂയ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നു അളക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. നമ്മളൊന്നും ആയിട്ടില്ല. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം നാം അനുഭവിക്കും തോറും ആ ക്രൂശിന്റെ സ്നേഹത്തിന്റെ ആഴം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയത്തില്ല. ആ സ്നേഹം നിന്നിലൊന്ന് കയറി പിടിക്കുവാനായിട്ട് ഇടയത്തീർന്ന നാം പിറുപെറുക്കത്തില്ല. എന്തുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ കഷ്ടത, എന്തുകൊണ്ട് വേദന, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊന്നും ലഭിച്ചില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയതേ പൈതലേ സ്തോത്രം. ഈ പ്രഭാതത്തിൽ സ്തോത്രം ഒത്തിരി പേർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് എന്തുകൊണ്ട് സ്തോത്രം എന്റെ ജീവിതത്തെ ആരും സ്നേഹിക്കാത്ത, എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഉള്ള ഒത്തിരി ചോദ്യങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ലോകം നിന്നെ സ്നേഹിക്കാതെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുവാൻ എന്റെ കർത്താവ് ഉണ്ട്. സ്തോത്രം. കർത്താവ് നിന്നെ സ്നേഹിക്കുമ്പോൾ, നീ കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ലോകം നിന്നെ സ്നേഹിക്കണമെന്നില്ല. തിരുവചനത്തെ കാണുക ശ്രദ്ധിക്കുന്നു, നാം അവനെ സ്നേഹിച്ചതിൽ അവൻ നമ്മെ സ്നേഹിച്ചതാ. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സ്നേഹിച്ചതാണ്. പ്രിയതേ മക്കളെ സ്തോത്ര. ഹല്ലേലൂയ. പലരെയും നാം സ്നേഹിക്കാറുണ്ട് സ്തോത്രം. പക്ഷേ ആ സ്നേഹമൊക്കെയും ഒരു സ്തോത്രം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അവർ മാറിപ്പോകുമ്പോഴും നീ ഈ പകൽക്കാലം സ്തോത്രം നിന്നെ സ്നേഹിച്ച കർത്താവിനെ നീ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയ സ്തോത്ര. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവിനെ നീ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയ നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾ മാറുവാനായിട്ടിടയത്തില്ല, നിരാശകൾ മാറുവാനായിട്ടിടയത്തില്ല, നീ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തകൾ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതേ സ്തോത്ര. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം സ്തോത്രം ഈ പകൽക്കാലം ഒന്ന് തിരിച്ചറിയേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഈ ശബ്ദം കേൾക്കുമ്പോ അതേ സ്തോത്രം എന്നെ ഒറ്റ വ്യക്തികളും സ്നേഹിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ അവരെ സ്നേഹിച്ചല്ലോ, ഇത്രയൊക്കെ അവരെ കരുതിയല്ലോ, എന്നാലും എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലല്ലോ എന്ന്. സ്തോത്രം. അങ്ങനെയുള്ളവരോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ സ്നേഹിക്കുവാൻ യേശു കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കൾ, അനേകരുടെ സ്നേഹം തണുത്തു പോകാമെന്ന ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറ്റമില്ലാത്തതാ. നിന്റെ വേദനയിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ഭാരത്തിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ തകർച്ചയിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ഒന്നും ഇല്ലായ്മയിലും നിന്റെ ഏത് അവസ്ഥയിലും നിന്നെ സ്നേഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ സ്തോത്ര, നമ്മുടെ കരത്തിൽ എല്ലാം ഉള്ളപ്പോൾ പലരും നമ്മെ സ്നേഹിക്കും കാണും. പക്ഷേ അതില്ല എന്ന് വരുമ്പോൾ പലരും നമ്മെ വിട്ട് മാറിപ്പോയിരിക്കാം. പക്ഷേ അവിടെയും നിന്നെ മാറിപ്പോകാതെ ഹല്ലേലൂയ സ്തോത്രം നിന്നെ സ്നേഹിക്കുന്നത് യേശു കർത്താവ് അത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ആ യേശു കർത്താവിന്റെ സ്നേഹം ഇന്ന് പല ഹൃദയങ്ങളെ തൊടുകയെ. സ്തോത്രം. നീ ആ ക്രൂശിലെ ഒന്ന് നോക്കിയാൽ മതി പ്രിയ ദൈവമക്കളെ. സ്തോത്ര. ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ പേരൻസിനെയൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അതിനേക്കാൾ ഉപരിയായിട്ട് സ്തോത്രം
നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവ്. അതേ സ്തോത്രം, പകരം വയ്ക്കാൻ ഒന്നുമില്ലാതെ നിന്നെ സ്നേഹിച്ച ഒരു കർത്താവ് കാൽവരി ക്രൂശിലുണ്ട്. സ്തോത്രം. അതേ നമുക്ക് കടന്നു വരുമ്പോ നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിച്ചവരൊക്കെയും നിന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ചിന്തിച്ചവരൊക്കെയും പ്രിയ ദൈവ പൈതലേ സ്തോത്ര, പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നപ്പോ നിന്നെ തള്ളിക്കളഞ്ഞു പോയപ്പോഴും നിന്നെ സ്നേഹിച്ച ഒരേ ഒരു സ്നേഹമെന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ സ്നേഹമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം, ആ സാന്ത്വനം, ആ കരുതല്, ആ ഒരു ആശ്വാസം നിന്നെ തൊട്ടത് കൊണ്ടല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് നീ ആയുസ്സോടും ആരോഗ്യത്തോടും ആയിരിക്കുന്നത് പ്രിയ ദൈവം. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തീർക്കാം, എല്ലാം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച സാഹചര്യം കൂടെ നടത്തിയില്ല നിന്നെ തേടി വന്ന മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ആ കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്നെ കണ്ട് സ്നേഹിച്ച ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിഞ്ഞതായ കർത്താവ്. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന സ്തോത്ര വിഷയത്തിന്റെ കാഠിന്യത്തെ കണ്ട കർത്താവ്. സ്തോത്ര. ഹല്ലേലൂയ. അന്നും ഇന്നും ആ കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ആ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും കുറയുകയില്ല. ആ യേശുവിന്റെ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും വറ്റിപ്പോകുകയല്ല പ്രിയ ദൈവമക്കളെ. സ്തോത്രം. പലരുടെയും സ്തോത്ര സാഹചര്യങ്ങൾ നമുക്കറിയാം. ഹൃദയം കാഠിന്യപ്പെട്ടു പോകുമ്പോ അതേ സ്തോത്രം, കർത്താവിന്റെ ഹൃദയം കാഠിന്യപ്പെട്ടു പോകുകയല്ല, നിന്നെ സ്നേഹിക്കുക, നീ മടങ്ങി വരാൻ തയ്യാറാകുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, മനുഷ്യന്റെ ഇളയ മകൻ അവനുള്ളതെല്ലാം സ്വരൂപിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മടങ്ങി വരുവാൻ അവൻ തയ്യാറായി കഴിഞ്ഞ് കടന്നു വരുമ്പോ ദൂരത്ത് നിന്ന് കാണുന്ന ഒരു അപ്പൻ അവന് സ്നേഹം കൊണ്ട് പൊതിയുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു അപ്പനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാ എൻ്റെ അപ്പന്റെ സ്നേഹം. ആ സ്നേഹത്തിന് ഒന്നും പകരാൻ വയ്ക്കാനായിട്ട് ഇല്ല പ്രിയ ദൈവമക്കളെ. സ്തോത്രം. അതേ സ്തോത്രം. അവനുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ അവിടേക്കെയും അവനെ വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷേ അവന്റെ ആ സാഹചര്യങ്ങളെ ഒന്നും നോക്കാതെ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു അപ്പനെ കാണാൻ സാധിക്കുന്നു. ഇതാണ് പ്രിയ ദൈവമക്കളെ കാൽവരിയിൽ ചൊരിയപ്പെട്ട സ്നേഹം. നീ തെറ്റുകൾ ചെയ്തും നീ ദൈവസന്നിധിയിൽ അകന്നു പോകുമ്പോഴും അത് മനസ്സിലാക്കി നീ മടങ്ങി വരാൻ തയ്യാറാകുമ്പോ നിന്റെ മടങ്ങി വരവ് കാത്ത് നിനക്കൊരൽപ്പം പോലും സ്നേഹം കുറയ്ക്കാതെ വേണം ആ ക്രൂശിലെ സ്നേഹത്തെ മുഴുവനായി നിന്റെ മേൽ പകർന്നു തന്ന് മകനായി മകളായി സ്വീകരിക്കുന്ന ഒരപ്പൻ. ഇതിന് തുല്യം എന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. ഈ സ്നേഹം മറ്റൊരാളുടെ ഒരിക്കലും നമുക്ക് ലഭിക്കാൻ കഴിയില്ല. ഒരു വാക്കുകൊണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും ഏത് കാലഘട്ടത്തിലായാലും. പക്ഷേ അവിടെ പ്രിയ ദൈവമക്കൾ നമുക്ക് കാണാൻ ഇതാ ക്രൂശിലെ സ്നേഹത്തിന്റെ പ്രത്യേകത. സ്തോത്ര. ഹല്ലേലൂയ. ഈ പൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്ത് ആ കർത്താവിന്റെ സ്നേഹം നിറയപ്പെടട്ടെ. ആ കർത്താവിന്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ഈ ലോകത്തിൽ എന്നെ ആരും സ്നേഹിച്ചില്ല എങ്കിലും, എന്നെ ആരും കരുതിയില്ല എങ്കിലും എൻ്റെ അപ്പൻ എന്നെ കൂടെയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സറിയുന്ന, എൻ്റെ വേദനകളെ അറിയുന്ന, നിന്റെ സങ്കടത്തിന്റെ ആഴക്കടലുകൾ അറിയുന്നൊരപ്പൻ. ഹല്ലേലൂയ. ആ സ്നേഹനിധിയായിരിക്കുന്ന യേശുപ്പന്റെ സ്നേഹം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പുതിയ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, അതിനെ ഇന്ന് വാഞ്ചിച്ച് തുടങ്ങ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം നീ ഒന്ന് കൊതിച്ചു തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. നിരാശകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. ഹല്ലേലൂയ. അതേ സ്തോത്രം. മൗനതകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ കൈവിട്ടോ, എന്റെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല, എന്നെ സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല, ആ ചിന്തകളെല്ലാം അങ്ങ് മാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആരും കൂടെ ഇല്ല എങ്കിലും എന്റെ യേശു കർത്താവ് നിന്റെ കൂടെ നിന്നെ സ്നേഹിക്കുന്ന നിത്യ സ്നേഹം കൊണ്ട് നിന്നെ പൊതിഞ്ഞ യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. 1 യോഹന്നാനിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ അവിടെ നമുക്ക് വർണ്ണിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായം. സ്തോത്ര. ഹല്ലേലൂയ. എന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ, പലരുടെ സ്നേഹം കാപട്യത്തികൾ നിറഞ്ഞത് ആയിരിക്കുമ്പോ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താണ് യഥാർത്ഥ സാക്ഷാൽ സ്നേഹം. നമുക്ക് വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന, ഈ ലോകത്തിലുള്ള ആരെയും നമുക്ക് വിശ്വസിച്ച് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കുന്ന ഒരു കാലഘട്ടം
കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്ന സാക്ഷാൽ സ്നേഹം ആണ് അവിടെ പിതാവായ ദൈവം തന്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. ഹല്ലേലൂയ. ഒരു അപ്പന് തോന്നാത്ത, ഒരു അമ്മയ്ക്ക് തോന്നാത്ത ഒരു സ്നേഹം. ഹല്ലേലൂയ. അതേ പിതാവായ ദൈവത്തിന് നമ്മോട് തോന്നി നമ്മളാരും നശിച്ചു പോകാതിരിക്കുവാനായിട്ട് ആ പുത്രനോ കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി തന്നു. നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ കരുതി. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ തിരുനിണ രക്തത്താൽ നമ്മെ കഴുകി. ഹല്ലേലൂയ. തന്റെ പ്രിയ മക്കളായി ആരും നമ്മോട് കാണിക്കാതിരുന്നപ്പോ, ആരും നമ്മോട് മനസ്സലിവ് കാണിക്കാതിരുന്നപ്പോ, തകർന്നു പോകേണ്ട ഇടത്ത്, ഉടഞ്ഞു പോകേണ്ട ഇടത്ത്, ഒരു നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഹല്ലേലൂയ കേട്ട ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. നിന്നെ സ്പർശിച്ചതായ ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരെയൊക്കെ കർത്താവ് തൊടുകയാ, ആ കർത്താവിന്റെ സ്നേഹം കൊണ്ട് കർത്താവ് പൊതിയെ നീ ഒരു സ്നേഹത്തിന് വേണ്ടി നീ അലയുക എന്ന വ്യക്തിയായിരിക്കാം. അതേ സ്തോത്രം. ഒരു ഉറ്റ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റി മറിക്കത്തക്ക രീതി കർത്താവിന്റെ സ്നേഹം, ആ ക്രൂശിലെ സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് ചിലരെ കർത്താവ് തൊടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നീ ഒറ്റയ്ക്കല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കൂടെ കർത്താവുണ്ട്. സ്തോത്രം. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ അവസ്ഥകളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, അതേ നിന്നെ മാറ്റി ലോകം നിർത്തുമ്പോഴും മാറ്റി നിർത്താതെ വേണം. ഹല്ലേലൂയ. ആ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോഴും ഹല്ലേലൂയ ആ മാറ് കൊടുത്തത് എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. സ്തോത്ര. ആ മാറിന്റെ ചൂട് നിന്റെ മേൽ പകർന്നു തരാനാ, ആ മാറോടൊന്ന് ചേർത്ത് നിർത്തുവാനാ. ഹല്ലേലൂയ. അങ്ങനെ പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം സ്തോത്രം ഒരിട്ട സ്നേഹത്തിന് വേണ്ടി നീ കൊതിക്കുന്ന വ്യക്തിയാണോ? പലരിൽ നിന്ന് നീ കൊതിക്കുന്നില്ലേ? അതേ സ്തോത്രം. ഒരു അപ്പനായി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു കർത്താവ്, ഒരു അമ്മയായി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു കർത്താവ്, ഒരു സഹോദരനായി, ഒരു സഹോദരിയായി നീ ആരുടെ സ്നേഹമാണോ നിനക്ക് കുറവായിട്ട് തോന്നുന്നത്? ആ സ്നേഹത്തിനകത്ത് സ്തോത്രം ആ കർത്താവിന്റെ സ്നേഹത്തെ ഈ പകൽക്കാലം കർത്താവ് പൊതിയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അതെ, നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിച്ചവരും നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും കൂടെ നിൽക്കാമെന്ന് പറയുന്നവര് മാറിപ്പോകുമ്പോഴും മാറ്റമില്ലാതെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ച കർത്താവ് നിന്റെ കൂടെയുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ആ ഒരു ഉറപ്പോട് ധൈര്യത്തോടും ആയിരിക്കെ. ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും യേശു കർത്താവ് നിന്നെ സ്നേഹിക്കാനുണ്ട്. യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതേ സ്തോത്രം. അളവ് കൂടാത്ത സ്നേഹത്തിന് ഉറവയായിരിക്കുന്ന കർത്താവ്. അതേ സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിന് ഒരു പരിമിതിയില്ല. കർത്താവിന്റെ സ്നേഹത്തിന് സ്തോത്രം വലുതെന്നോ ചെറുതെന്നോ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ദൈവം സ്നേഹം തന്നെ. പ്രിയതേ മക്കളെ, ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. അതേ സ്തോത്രം. നമ്മെ സ്തോത്രം ഉടച്ചു കളയാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. അതേ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, നീളം, വീതിയൊക്കെ ഒന്ന് അറിയേണ്ടതിനായിട്ട് സ്തോത്രം നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് പ്രതിസന്ധി കടന്നു വന്നാലും സ്തോത്രം ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങളെ ചേർത്ത് പിടിക്കും, നിങ്ങളുടെ മാറോട് ചേർത്തണയ്ക്കും, നിങ്ങളെ എത്തിക്കുവാനായിട്ട് ഇടയെത്തിരും. അങ്ങനെ ഈ നിശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒറ്റ വാക്കി ഞാൻ പറയട്ടെ. സ്തോത്ര. ഈ കർത്താവിന്റെ സ്നേഹത്തെ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയതേ മക്കളെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാക്കുന്നു. ലോകം നിന്നെ സ്നേഹിക്കും, പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് വേദനകൾ കടന്നു വരുമ്പോ ലോകം മാറി നിന്ന് സന്തോഷിക്കും. പക്ഷേ നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ സങ്കടത്തിലും കൂടെ ഇരിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് എന്റെ യേശു കർത്താവ്. ആ യേശു കർത്താവ് മാത്രമേ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. സ്തോത്ര. അതെ, അളവ് കൂടാതെ യാതൊന്നും ഇച്ഛിക്കാതെ നിന്നെ സ്നേഹിച്ച ഒരു സ്നേഹം, നിനക്ക് വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റുന്നത്, അതെ, ആ സ്നേഹത്തെ കവരുവാൻ കഴിയുന്നത് ആ യേശു കർത്താവിന്റെ സ്നേഹം അത്രേ. ലോകത്തിലുള്ള പലതിനെ നാം സ്നേഹിക്കുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ ആ സ്നേഹം മാറിപ്പോ. പക്ഷേ നിനക്ക് വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റുന്നത്, നിനക്ക് വിശ്വസിച്ച് സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് ആ കർത്താവിന്റെ സ്നേഹം മാത്രമാണ്. അങ്ങനെ ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലം സ്തോത്രം. അതേ, ലോകത്തിലേക്ക് പോകരുത് ഉറ്റ സ്നേഹത്തിന് വേണ്ടി.
അവര് ഹല്ലേലൂയ സ്തോത്രം ശത്രു പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞുകൊണ്ട് നിന്നെ തകർക്കുവാൻ പദ്ധതി ഇട്ടെന്നിരിക്കാം സ്തോത്രം. പക്ഷേ ഇവിടെ പോലും നമ്മൾ നശിച്ചു പോകാതിരിക്കുവാനായിട്ട് തന്റെ ഓമന പുത്രൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തു. നിത്യത ഒരുക്കുന്നുണ്ട്. നിത്യം നമുക്കായി ഒരുക്കി നമുക്ക് ഭവനം ഒരുക്കാനായിട്ട് കടന്നു പോയിരിക്കുന്നു. അങ്ങനെക്ക് പ്രിയ ദൈവമക്കളെ, ഈ സ്നേഹത്തിൽ നിന്ന് ആരും മാറിപ്പോകരുതേ. ആ കർത്താവിന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിനകത്തേക്കൊന്ന് നിറയപ്പെടേണ്ടതിനായിട്ട് അപ്പച്ചന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിന്റെ നിത്യ സ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഈ സ്നേഹം നീ എവിടെ തേടിപ്പോയാലും ആ ക്രൂശിൽ നിന്നല്ലാതെ മറ്റൊരിടത്തുനിന്ന് നിനക്ക് കിട്ടുകയില്ല. അങ്ങനെ നിന്റെ ഏത് സാഹചര്യത്തിന്റെ നടുത്തിലും നിന്നെ സ്നേഹിക്കുന്ന അതേ സ്തോത്രം ഒരു കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പേ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന കർത്താവ്, ഈ ശബ്ദം ശ്രവിക്കുന്നവരങ്ങോട്ട് കരങ്ങളിലേക്ക് തരുന്നു. അപ്പായേ, അങ്ങ് ഈ സബ്ജക്റ്റ് എടുക്കാൻ പറഞ്ഞു കർത്താവിന്റെ സ്നേഹം ഈ പകൽക്കാലം ഓരോരുത്തരുടെ ഹൃദയത്തിനകത്ത് നിറയട്ടെ. ഇന്ന് പലരുടെയും ജീവിതത്തിനകത്ത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം കുറഞ്ഞു പോകുമ്പോൾ ഈ പകൽക്കാലം കർത്താവെ അങ്ങ് സ്നേഹിച്ചതുപോലെ ആ സ്നേഹത്തെ വേണ്ടുവണ്ണം അനുഭവിച്ച് ജീവിക്കുവാൻ തന്റെ ജനത്തെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുറ്റ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ആ ക്രൂശിലെ സ്നേഹത്തിന്റെ ആഴം അപ്പാ ഈ പകൽക്കാലം അവരുടെ ഹൃദയത്തിനകത്ത് തൊടിട്ടപ്പ. എന്നെ സ്നേഹിക്കുന്നൊരപ്പനുണ്ട്. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് ജീവൻ കൊടുത്തൊരപ്പനുണ്ട്. ഹല്ലേലൂയ. ചേർത്തണയ്ക്കുവാൻ, കെട്ടിപ്പിടിച്ച് ചുംബനം തരുവാൻ, ഹല്ലേലൂയ, മകനെ എന്ന് വിളിക്കുവാൻ, മകളെ എന്ന് വിളിക്കുവാൻ എനിക്കൊരപ്പനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ആ സ്നേഹത്തിന്റെ കർത്താവേ അപ്പാ സ്തോത്രം വാതിലുകളെ എൻ്റെ കർത്താവ് ഓരോരുത്തർക്കും വേണ്ടി ഈ പകൽക്കാലം ദൈവം തുറക്കണമേ. അങ്ങയുടെ സ്നേഹം അവരെ പൊതിയണമേ. നിത്യ സ്നേഹം കൊണ്ട് കർത്താവേ ഈ പകൽക്കാലം ഓരോരുത്തരെയും കർത്താവേ ആ ലോക സ്നേഹത്തിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം വിളിച്ചു വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും അങ്ങയുടെ സ്നേഹം പ്രാപിക്കാതെ നഷ്ടപ്പെട്ടു പോകുവാനായിട്ടിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ സ്നേഹത്തിനകത്ത് എല്ലാം ഉണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. തന്റെ ഏകജാതനെ പുത്രനെ തരുവാൻ മടിക്കായി ആ ഒരു സ്നേഹം വെളിപ്പെടുത്തിയുമെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് സകലതും തരാതിരിക്കുമോ? കർത്താവെ, തന്റെ ഓമന പുത്രനെ തന്നുവെങ്കിൽ അപ്പാ സ്തോത്ര സ്നേഹിച്ചുവെങ്കിൽ കർത്താവെ ഞങ്ങളെ കർത്താവ് അതിനകത്ത് എല്ലാം ഉണ്ട്. ആ ഒരു ഉറപ്പോട് ധൈര്യത്തോട് ജനമായിരിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.